അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം വാങ്ങാത്ത ആളുകൾ വളരെ കുറവാണ്. ഈ പറഞ്ഞ നേതാക്കന്മാരും കൈപ്പറ്റിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി ആരും നിഷേധിച്ചിട്ടില്ല. പക്ഷെ അവരൊക്കെ പറയുന്നത് പാർട്ടി ഫണ്ടിലേക്ക് വേണ്ടി വാങ്ങി, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വേണ്ടി വാങ്ങി എന്നൊക്കെയാണ്. ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ വീണയുടെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്. അവർ പാർട്ടി ഫണ്ടിലേക്കല്ല വാങ്ങിയത്, അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് വാങ്ങിയത്. അതിന് GST അടച്ചു എന്നുള്ളതാണ് അവകാശവാദം. പക്ഷേ GST വാങ്ങിയാലും എന്ത് ആവശ്യത്തിന് വേണ്ടി ഈ പണം കൈപ്പറ്റി, ഇവരെന്ത് സേവനമാണ് ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്തത്? അതാണ് പ്രധാനപ്പെട്ട വിഷയം. കമ്പനിക്ക് 3 കോടി രൂപയും ഇവർക്ക് 5 കോടി രൂപയും വെച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണക്കെന്താണ്? അതെങ്ങനെ അത് വിശദീകരിക്കാൻ കഴിയുക? കമ്പനിക്കല്ലേ കൂടുതൽ സംഖ്യ കൊടുക്കണ്ടേ, ആൾക്കല്ലല്ലോ. അപ്പോൾ ഈ സംഖ്യ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇവരുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയിലേക്ക് ഇവർക്ക് കൂടുതൽ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്ത ഒരു പരിപാടിയാണ്. ആ കമ്പനി അധികം വൈകാതെ പൂട്ടിപ്പോയി എന്നുള്ള വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കടലാസിൽ മാത്രമുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ കടലാസും ലെറ്റർ ഹെഡും ഒരു ഓഫീസും മാത്രമുള്ള ഒരു സ്ഥാപനം, അത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്നതിന് ഒറ്റ കാരണത്താൽ ഇതിന് വിഹിതമായിട്ടും അവിഹിതമായിട്ടും ധനസഹായം ചെയ്യുന്നു. അത് രേഖാമൂലമാണ് ചെയ്യുന്നത്. വൈറ്റ് മണി ആയിട്ടാണ് ചെയ്യുന്നത്, ബ്ലാക്ക് മണി ആയിട്ടല്ല. അപ്പോൾ ഇങ്ങനെ സഹായത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവിടെ ആർക്കും ഊഹിക്കാവുന്നുള്ളൂ. അരിയാഹാരം കഴിക്കുന്നവർക്കും അരിയാഹാരമല്ലാതെ ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയധികം സ്ഥാപനങ്ങളുണ്ടായിട്ട് എക്സാലോജിക്കിന് മാത്രം ഈ കരിമണൽ കർത്താവ് പണം കൊടുത്ത് സഹായിക്കുന്നത് ചോദിച്ചു, ഉത്തരം വളരെ വ്യക്തമാണ്.